അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പഠിത്തമൊക്കെ പുറകോട്ടൊക്കെ നിർത്തി. 9, 10 ആ ഒരു ക്ലാസ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് പോലും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ജയിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് എന്നും മാർക്കില്ലാതിരിക്കില്ല കേട്ടോ. പഠിച്ചിട്ട് എഴുതുന്ന എക്സാമിനൊക്കെ എനിക്ക് മാർക്കുണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് പഠിത്തത്തിനോട് താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരാളെ അല്ലായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ 8, 9, 10 ആയപ്പോഴത്തേനും വേറെ സാർമാരാണ് പഠിക്കുന്നത്. UP സെക്ഷനിലുള്ള ആൾക്കാരല്ലോ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഹൈസ്കൂളിലേക്ക് വന്ന ടൈം അവിടെ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു കേട്ടോ. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഞങ്ങളെ കാണുന്ന ഏതാണ്ട് ചതുർത്ഥിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ടൈപ്പായിരുന്നു. തുള്ളാനും പറക്കാനും അല്ലെങ്കിൽ എന്നാ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കാനും വന്നാൽ മതി കേട്ടോ. ഇങ്ങനെ മുഖത്ത് നോക്കി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കേണ്ട രണ്ടും, നീക്ക് എന്തിനു വരുന്നതാ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ടോക്കുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പുള്ളി വരുന്നതോ ഇഷ്ടമില്ലായിരുന്നു ക്ലാസ്സിൽ. പുള്ളിയേ ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോഴും എനിക്കിഷ്ടമില്ല അങ്ങനെ ഒരാളെ. ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം റാണി എന്ന് പറയുന്ന ടീച്ചറുണ്ട്, ജോർജ് കുട്ടി എന്ന് പറയുന്ന സാറുണ്ട്. ഇവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കേട്ടോ. 10ാം ക്ലാസ്സിൽ ജോർജ് കുട്ടി സാറായിരുന്നു എൻ്റെ ക്ലാസ് സാറെന്ന് പറയുന്നത്. ഭയങ്കര സപ്പോർട്ട് കേട്ടോ, പറയാതിരിക്കാൻ മേല. നമ്മൾ പഠിക്കുകയില്ല. ഇപ്പോൾ ചില ടീച്ചേഴ്സിനുണ്ട് പഠിക്കുകയില്ലാത്ത പിള്ളേരൊക്കെ ഒരു ഇതിൽ നിൽക്കും, പഠിക്കുന്നവരെയൊക്കെ ആയിരിക്കും മെയിൻ. ഈ പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടീച്ചേഴ്സിൻ്റെ സാറിൻ്റെ മക്കളൊക്കെ ആയിരിക്കുമേ. ഈ ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള ഇങ്ങനെയുള്ള മേളകളിൽ ഈ പഠിക്കുന്ന പിള്ളേർക്ക് മാത്രമേ ഒരു അവസരം കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് എഴുതാൻ കഴിവുണ്ട്, വരയ്ക്കാൻ കഴിവുണ്ടെങ്കിലും അതൊന്നുമില്ല. പിന്നെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ടീച്ചറിൻ്റെ പിള്ളേരാണ് സാറിൻ്റെ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു കഴിവുള്ളവർക്കല്ലേ അതിന് പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കത്തെ അവസരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ജോർജ് കുട്ടി സാറ്, റാണി ടീച്ചറും അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മളെ ഇന്നേ വരെ ഒരു രണ്ടാം തട ആ ഒരു രീതിയിൽ ഇന്നേ വരെ നമ്മളെ കണ്ടിട്ടില്ല. എല്ലാവർക്കും എല്ലാ പിള്ളേരും ഒരേപോലെ. എന്നാലും പറയുമായിരുന്നു കേട്ടോ, ഇങ്ങനെ നടന്നാൽ ശരിയാവത്തില്ല, പഠിക്കണം കേട്ടോ, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കരുത് എന്ന് വെച്ച് നമ്മളൊരു ടോർച്ചറിങ് വരെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഒരു ടീച്ചർ സാറുമായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഹസ്ബൻഡ് വൈഫുമാണ്. നല്ല ഇപ്പോഴും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നന്നായിട്ട് ഓർക്കാൻ പറ്റിയ ടീച്ചേഴ്സിൽ ഉൾപ്പെടുന്നതാണ് ഈ ജോർജ് കുട്ടി സാറും റാണി ടീച്ചറും. അതുപോലെ മോശമായിട്ട് നമുക്ക് ഇപ്പോഴും മനസ്സിൽ കലിയായിട്ട് ഒരു ഏരിയ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ടോർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മത്സരത്തിനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇപ്പം സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലൊക്കെ മത്സരത്തിന് പോകുമ്പോൾ നമ്മൾ സ്റ്റാഫ് റൂമിൽ ചെന്ന് പറയും, സാറേ അല്ലെങ്കിൽ ടീച്ചറെ നാളെ ഞങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ആകുമ്പോൾ 7 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് പറയും, ഇങ്ങനെ തുള്ളിക്കളി ചടന്നാൽ മതി, ഇതിനൊക്കെ പോയിട്ട് വല്ല വാങ്ങിക്കൊണ്ട് വന്നാൽ മതി, ഇങ്ങനെ പറയുന്നവരുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഒത്തിരിയേറെ ഹരാസ്മെൻറ്റ് എന്ന് തന്നെ പറയാം. ഒത്തിരിയേറെ ഹരാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ളൊരു വിദ്യാഭ്യാസ കാലഘട്ടം തന്നെയായിരുന്നു. ഇപ്പം തന്നെ ആണെങ്കിൽ പോലും അതൊക്കെ ഓർക്കുമ്പം ഈ പുള്ളിയോട് നല്ല ദേഷ്യം വരും. അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഗിയിട്ടുണ്ട്. സാറിന് പഠിക്കുകയില്ലാത്ത ഒരു കൊച്ചുണ്ടാവണേ, അങ്ങനെ പഠിക്കുകയില്ലാത്തവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പ്രാഗിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് ടോർച്ചറാണ്. പിന്നെ സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല, പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ പുള്ളിയെ കാണുകയും ചെയ്യും, പുള്ളിയെ കാണാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് 10ാം ക്ലാസ് ഉറപ്പായിട്ടും പൊട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. 10ാം ക്ലാസ്സിൽ അതെനിക്ക് സോഷ്യൽ സയൻസിന് എത്രയാണ് മാർക്കെന്ന് അറിയൂ, D+ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചതോ പുള്ളി പഠിപ്പിച്ചത് കൊണ്ടല്ല, പുള്ളി പഠിപ്പിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ ജയിച്ചത്. നമ്മളിപ്പം ഒരു അന്നൊക്കെ ആണെങ്കിൽ പോലും ഒരു കാര്യങ്ങൾ പഠിക്കും, അന്നല്ല ഇന്നാണെങ്കിൽ പോലും നമ്മളൊരു എസ്സേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അറിയുവാണെങ്കിൽ നമ്മൾ അതിനെ വിശദീകരിച്ച് എഴുതുമല്ലോ. അങ്ങനെ ഒരു എസ്സേ 2 എസ്സേ എഴുതിയത് കൊണ്ടാണ് ഞാൻ ജയിച്ചത്. അന്ന് 10ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിൻ്റെ ടൈം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അവസാനം 15 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ വരും. അത് 4 ക്വസ്റ്റ്യനാണ് വരുന്നത്. 4 ക്വസ്റ്റ്യനിൽ 2 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ കൊണ്ടാണ് ഞാൻ പാസ്സായതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അത് പുള്ളി പഠിപ്പിച്ചത് കൊണ്ടേ അല്ല. കാരണം നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് ഇപ്പം ക്രിസ്ത്യൻസൊക്കെ ആകുമ്പോൾ വേദപാഠത്തിന് പോകുന്നത് പോലെ നമ്മുടെ സംഘടനയിൽ ബാലവേദി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ബാലവേദിക്കൊക്കെ പോകുമായിരുന്നു. ഈ ബാലവേദിയിൽ പഠിപ്പിക്കുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരം അതുപോലുള്ള നവോത്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും ചട്ടമ്പി സ്വാമിയെ പറ്റിയും അതുപോലെ SNDP രൂപീകൃതമായതിനെ പറ്റിയും നവോത്ഥാന കാലഘട്ടങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ചരിത്രം നമ്മളുടെ പൂർവികർ ഓരോന്ന് സഫർ ചെയ്ത് വന്നതും ഒക്കെ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ വായിച്ചും കേട്ടും കണ്ടും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പം
ഈ അങ്ങനെ ഫൈനൽ എക്സാമിൻ്റെ 2 ക്വസ്റ്റ്യൻ, ഒന്ന് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിനൈസൻസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം എന്താണെന്ന് എഴുതാനും, ഒന്ന് വന്നത് ഈ റിനൈസൻസ് ആയിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി എഴുതാനുമായിരുന്നു. അങ്ങനെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ക്വസ്റ്റ്യൻ വന്നതിൽ ആകെപ്പാടെ റിനൈസൻസിനെ പറ്റി എനിക്ക് അറിയാവുന്നത്, നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഈ ഓരോ പാരഗ്രാഫ് പഠിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ചെറിയൊരു ടേം നമ്മൾ ആദ്യമേ ഒരു കണ്ടന്റ് പോലെ ചെറിയൊരു ഷോർട്ട് നോട്ട് പഠിച്ചു നോക്കുമല്ലോ. അങ്ങനെ റിനൈസൻസിനെ പറ്റി ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട്, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. റിനൈസൻസ് മീൻസ് റീബർത്ത് ഓർ റിവീവൽ എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ, വേറെ ഒന്നും അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ ആകെപ്പാടെ അറിയാവുന്നത് ഈ ബാലവേദിക്ക് പോയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തർജ്ജിമ ചെയ്യാൻ, അത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ഇല്ലെന്നല്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ തർജ്ജിമ ചെയ്ത് മാറ്റി എഴുതാൻ വേണ്ടി ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിനൈസൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ ഒരു കണ്ടന്റ് ആദ്യമേ എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയത് മൊത്തം ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും നമ്മൾ ബാലവേദിക്ക് എന്താണോ പഠിച്ചത് അതാണ് എഴുതിയത്. അതുപോലെ നവോത്ഥാന നായകന്മാരുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പം ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതി. അദ്ദേഹം ജനിച്ചത്, സമാധിയായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫുള്ളകത്തിൽ എഴുതിയത്. ആ 2 ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് SLC ഞാൻ പാസ്സായെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ 70% മാർക്ക്, 70% മാർക്കാണ് എനിക്ക് 10ാം ക്ലാസ്സിലുണ്ടായിരുന്നത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് +1 +2. ഈ 70% മാർക്ക് കൊണ്ട് ഏകജാലകത്തിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെയും കിട്ടാൻ പോകുന്നില്ലെന്ന് അറിയാലോ. എന്നിട്ട് ഏകജാലകമൊക്കെ വെച്ചു, എവിടെയും കിട്ടിയിട്ടുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ നോക്കി, സെൻറ്റ് തോമസിൽ തന്നെ നോക്കി, അവർ ഇല്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്നാ അമ്മ പറഞ്ഞു എന്നാൽ പ്രൈവറ്റായിട്ട് ചേർക്കാമെന്ന് പറഞ്ഞ് കട്ടപ്പന സെൻറ്റ് സെബാസ്റ്റ്യനിൽ കൊണ്ടുപോയി ചേർത്ത് കേട്ടോ. സെൻറ്റ് സെബാസ്റ്റ്യനിൽ പ്രൈവറ്റായിട്ട് ചേർത്തു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സായിരുന്നു കേട്ടോ. ഈ ഒരു എന്നാ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്ന പല ടീച്ചേഴ്സ്, എല്ലാവരെയും ഞാൻ പറയല, ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്ന പല ടീച്ചേഴ്സുമാർക്കും ഇല്ലാത്ത ഒരു ഗുണങ്ങൾ ഈ പ്രൈവറ്റിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമാർക്കുണ്ട്. അവർ ശരിക്കും അവരാണ് ടീച്ചേഴ്സ്. അവർ നമ്മളെ ഒരു പഠിത്തത്തിൽ മോശമായിട്ടുള്ള ഒരാളെ കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി അവരെന്തോരം കഷ്ടപ്പെടുമെന്നറിയുമോ നമുക്ക് വേണ്ടി. അതുപോലെ കാര്യങ്ങൾ ഓരോന്നും ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ അത്രയും നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ജയിക്കാം, അല്ലെങ്കിൽ ജയിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയൊക്കെ മാർക്ക് കൂടുതൽ വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചത് ഈ ഒരു സെൻറ്റ് സെബാസ്റ്റ്യൻ കോളേജിൽ വന്നേ. പിന്നെ ഇപ്പോൾ അവിടെ പിള്ളേർ കുറവായിരിക്കും, പക്ഷേ ഞങ്ങൾ പഠിച്ച സമയത്ത് ഇഷ്ടംപോലെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെൻറ്റ് സെബാസ്റ്റ്യനിൽ പോയത് ഒരു വഴിത്തിരിവായെന്ന് പറയാം. കാരണം നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. അപ്പോൾ ഈ ബിലോ ആവറേജ് ആയി കിടന്ന ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോളേജിലെ ഏറ്റവും ഹൈ സ്റ്റുഡൻ്റ് എന്നൊക്കെ പറയാം, ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മളെ ഒക്കെ എത്തിച്ചു അവർ. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി പ്രഷറോ കാര്യങ്ങളോ ഒന്നും അവർ തരുന്നില്ല. പിന്നെ അവിടെ ടൂറ് പരിപാടികൾ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, ഇല്ലെന്നല്ല, പക്ഷേ പഠിത്തമുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ബോറടിക്കാത്തൊരു രീതിയിൽ. അതുപോലെ എക്സാം ആയി കഴിഞ്ഞാൽ റിവിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുത്തി ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു, ചെയ്യിക്കുന്നു, പോർഷൻസ് പഠിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എനിക്ക് ഓർക്കാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ല ടീച്ചേഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ സുബിത എന്ന് പറയുന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ടീച്ചറായിരുന്നു, എക്കണോമിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്. ആ ടീച്ചർ ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു. അന്ന് വെച്ച് പഠിക്കുന്നവർ പഠിക്കാത്തവർ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും തുല്യരായിരുന്നു. അന്ന് അവർ പറഞ്ഞു, നമ്മൾ ഈ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചെഴുതുന്ന ടൈം ഞങ്ങൾ പലർക്കും പലയിടത്ത് എക്സാം, ചിലർക്ക് ട്രൈബലിൽ, ചിലർക്ക് അവിടെ എവിടെയാണ് സെൻറ്റ് ജോർജിൽ, അങ്ങനെ പല സ്കൂളുകളിലാണ് നമുക്ക് ഈ ഫൈനൽ എക്സാം വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ഈ പേപ്പർ വാലുവേഷൻ നടത്തുമ്പോൾ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിയാലേ നമുക്കൊരു 75% മാർക്കൊക്കെ കിട്ടുള്ളൂ. ഫുൾ മാർക്കിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് 75% മാർക്ക് കിട്ടത്തുള്ളൂ.